അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അംബിയായിലെ 3-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. 3-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചു. ഇതിൻ്റെ അവസാന ഭാഗം, കുറച്ച് ഭാഗം കൂടി വിശദീകരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് വല്ല ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കിട്ടിയാൽ വളരെ അശ്രദ്ധമായ മനസ്സോടുകൂടിയും ഹൃദയത്തോടു കൂടിയുമാണ് അവർ വിശുദ്ധ ഖുർആനെ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് 3-ാമത്തെ ആയത്തിലുള്ള ആദ്യ ഭാഗത്ത് വിശദീകരിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വ അല്ലദീന ളലമൂ ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض. قال ربي يعلم القول في السماء والأرض. قال ربي يعلم القول في السماء والأرض وهو السميع العليم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. قال ربي يعلم القول في السماء والأرض. قال ربي يعلم القول في السماء والأرض وهو السميع العليم. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر. بل قالوا أضغاث أحلام بل افتراه بل هو شاعر. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية. بل قالوا أضغاث أحلام بل افتراه بل هو شاعر بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية.
ബൽ ഹുവ ശാഇറുൻ ഫൽയഅതിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന്, പിന്നെ അഫതഅതൂന അസ്സിഹ്റ വഅൻതും തുബ്സിറൂൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. തുബ്സിറൂൻ ബാഉ സുകൂനാണ് ഹുറൂഫുൽ ഖൽഖല. പിന്നെ തുബ്സിറൂൻ അവിടെ കുറച്ച് നീട്ടിയിട്ട് ഓതാം, കാരണം വഖഫ് ചെയ്യുന്നിടത്തുള്ള മദ് കുറച്ച് നീട്ടി ചെയ്യാം. തുബ്സിറൂൻ എന്നുള്ള തുബ്സിറൂൻ എന്ന് ഓതുന്നത് കുഴപ്പമില്ല. പിന്നെ ഖാല റബ്ബി യഅലമുൽ ഖൗല, ഖാല റബ്ബി എന്ന് അവിടെ നീട്ടാൻ പാടില്ല. ഖാല റബ്ബി യഅലമുൽ ഖൗല സാധാരണ അസ്ലിയായിട്ടുള്ള മധ്യ അവിടെ പറ്റുള്ളൂ. യഅലമുൽ ഖൗല ഫിസ്സമാ, അവിടെ സമാ എന്നുള്ളത് 6 ഖദറോളം നീട്ടണം. ഫിസ്സമാഇ വൽ അർദ് നിർത്താണെങ്കിൽ വൽ അർദ് ബാദ് സുക്കൂനായിട്ട് നിർത്താം. ഈ നിർത്തിയിട്ടില്ലെങ്കിൽ ഫിസ്സമാഇ വൽ അർദി വഹുവസ് സമീഉൽ അലീം. അലീം എന്നുള്ളത് മദ്ദക്ഷരത്തിലാണ് വഖഫ് വരുന്നത്. അതായത് കുറച്ച് എന്ത് ചെയ്യണം, നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വഹുവസ് സമീഉൽ അലീം എന്നല്ല, വഹുവസ് സമീഉൽ അലീം എന്ന് കുറച്ച് നീട്ടിയിട്ട് നിർത്തണം. പിന്നെ ബൽ ഖാലൂ അദ്ഗാഥു അഹ്ലാമിൻ ബൽ ഇഫ്തറ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ബൽ 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 എന്നുള്ള ലാമ് മണിക്കാൻ പറ്റില്ല, മണിക്കുന്ന അക്ഷരമല്ല ലാമ്. പിന്നെ ഖാലൂ അവിടെ ഒരു 6 ഖദറുണ്ട്. ഖാലൂ അദ്ഗാഥു ളാദാണ് ഖൈനാണ്, അദ്ആഥു എന്നല്ല. സ്വാദ് ളാദാണ്, മറ്റേത് ഐന് ഖൈനാണ്, രണ്ടും പുള്ളിയുള്ളതാണ്. അദ്ഗാഥു ആണ്, സീനല്ല. അദ്ഗാഥു അഹ്ലാം, അഹ്ലാം അഹ്ലാം അല്ല അഹ്ലാം. പിന്നെ അഹ്ലാമിൻ എന്ന തൻവീനു ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തൻവീനു ശേഷം ബാ എന്നുള്ള നിയമം എന്താ വെച്ചാൽ ആ തൻവീനെ അഥവാ സാക്കിനായ നൂന് വരുന്ന ഉച്ചാരണത്തെ മീമാക്കി ഉച്ചരിക്കണം. അപ്പൊ അവിടെ അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു എന്നല്ല, അഹ്ലാമിൻ ബൽ ഇഫ്ത. ആ അഹ്ലാമിൻ എന്നുള്ള ആ സാക്കിനായ നൂനിനെ മീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു എന്നാണ് ഓതേണ്ടത്. അഹ്ലാമിൻ എന്ന് എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു മീം അവിടെ അടിയിലിട്ടിട്ടുണ്ടാവും. ആ പിന്നെ മീമിൻ്റെ കെസറിൻ്റെ അടിയിൽ ചെറിയൊരു മീം ഉണ്ടാവും. അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു. പിന്നെ ബൽ ഹുവ ശാഇറുൻ ഫൽയഅതിനാ, ശാഇറുൻ അവിടെ മണിക്കണം. ശാഇറുൻ ഫൽയഅതിനാ ബിആയ കമാ ഉർസിലൽ അവ്വലൂൻ. കമാ എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നീട്ടാണ്. കമാ ഉർസിലൽ അവ്വലൂൻ. അവ്വലൂൻ എന്നുള്ളത് നിർത്തുമ്പോഴും നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അവ്വലൂൻ അവിടെ മദ് കുറച്ച് നീട്ടിയിട്ട് അവ്വലൂൻ എന്ന് നിർത്തരുത്, അവ്വലൂൻ എന്നാണ് നിർത്തേണ്ടത്. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പിന്നെ അവർക്ക് വല്ല ദൃഷ്ടാന്തങ്ങളും വന്നാൽ ലാഹിയത്തൻ ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ അശ്രദ്ധമായിട്ടാണ് ഇത് കേൾക്കുക. വഅസറു നജ്വൽ ലദീന ളലമു, ഈ അക്രമികളായ ആളുകൾ രഹസ്യമായിക്കൊണ്ട് മീറ്റിംഗ് കൂടും. എന്നിട്ട് അവർ പറയും ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ്. അവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളൊക്കെ വിശദീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. പിന്നെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ സാധാരണ മനുഷ്യനായിട്ടാണ് മക്കത്തെ മുശ്രിക്കുകൾ കണ്ടത്, മനസ്സിലാക്കിയത്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇവിടെ ഭാഗത്തു നിന്ന് റസൂലുള്ളാഹിക്ക് ഒരുപാട്
നിഅമത്തുകളും അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അബൂ താലിബുമായി കൊണ്ട് ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ മേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അബൂ താലിബ് നേരിട്ട് കണ്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ താലിബ് വിശ്രമിക്കുമ്പോൾ മരങ്ങൾ ചാഞ്ഞു നിന്ന് തണൽ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ് അതൊക്കെ. കല്ലുകളും മരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുപ്രഭാതത്തിൽ മക്കയിൽ ജീവിച്ച മുഹമ്മദ് എന്നൊരു മനുഷ്യനെ പിടിച്ചിട്ട് നബിയാക്കിയതല്ല. അള്ളാഹു അതിനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന്, അതുകൊണ്ടാണ് 35-ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു പ്രവണത വരികയാണ്. ഒറ്റയ്ക്കിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ തോന്നാൻ. അവിടെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. സാധാരണയായിക്കൊണ്ട് ഈ സൗർ ഗുഹ ഉണ്ട്, അവിടെ ഹിറാ ഗുഹ ഉണ്ട്. അതുപോലെ തന്നെ മക്കയുടെയും അറഫയുടെയും ഇടയിലുള്ളൊരു മലയുണ്ട്. ഈ മലയുടെ മുകളിലൊക്കെ പോയിട്ടാണ് അവിടുത്തെ ഏകദൈവ വിശ്വാസികൾ ഒഴിഞ്ഞിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മക്കയിൽ മുശ്രിക്കുകളാണ് മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ശിർക്ക് ചെയ്യുന്നവരാണ്, വിഗ്രഹാരാധകന്മാരാണ്. അതേ സമയത്ത് വിഗ്രഹാരാധന ഇല്ലാത്ത ആളുകളും എവിടെ ഉണ്ടായിരുന്നു? മക്കയിൽ ഉണ്ടായിരുന്നു. അപ്പം അവർ സാധാരണയായി ഈ ഇബാദത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് വിഗ്രഹത്തെ ആരാധിക്കാത്ത കുറച്ചൊക്കെ അവരുടെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ജീവിച്ച ആളുകൾ മക്കത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പം 35 വയസ്സ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒറ്റയ്ക്കിരിക്കണമെന്ന ബോധ്യമുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയുടെ മുകളിൽ ഇരിക്കാൻ തുടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഈ ജബലൂറൊക്കെ കണ്ട ആളുകൾക്കറിയാം, അവിടെയൊക്കെ പുരുഷന്മാർക്ക് തന്നെ കയറി പോകാൻ വലിയ പ്രയാസമാണ്. അവിടേക്കാണ് ഭക്ഷണവുമായി കൊണ്ട് ആര് പോണത്? ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായിയായിക്കൊണ്ട് പോകണം. നമ്മളെ ആൾക്കാരൊക്കെ അവിടെ പോയി എന്താ വിരാന്തുണ്ടെങ്കിൽ ആ മലൻ്റെ ഉള്ളിൽ പോയി തിരക്കാൻ ചോദിക്കും. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു സ്വഭാവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രീതിയിൽ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു പ്രവാചകനെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പ്രവാചകൻ നബിയായപ്പോൾ അവർക്ക് എതിർക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇങ്ങനെ പല ന്യായങ്ങളും അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, അഫതഅതൂന സിഹറ വഅൻതും തുബ്സിറൂൻ. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ കൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുത്ത് ആളുകൾ തടഞ്ഞു നിർത്തിയിട്ട് ആളുകൾ കൂടാണ്. ആളുകൾ കൂടെന്ന് പറഞ്ഞാൽ എത്രത്തോളം ചോദിച്ചാൽ ഈ അബൂജഹൽ അടക്കമുള്ള ആളുകൾ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പിതൃവ്യനാണല്ലോ അബൂജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനാണ് അബൂജഹൽ. അബൂജഹൽ എന്ന ഖുറൈശിന് അവിടുത്തെ വലിയ നേതാവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി നബിന്റെ വീടിന്റെ അടുക്കലൊക്കെ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടിന്റെ അടുത്തൊക്കെ സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ തടിച്ചുകൂടും, പുരുഷന്മാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി ഇങ്ങനെ ഖുർആൻ ഓതുമ്പം അബൂജഹലല്ലേ പോയപ്പോൾ അബൂജഹൽ ഇങ്ങനെ അവിടെ നിന്നു. ഇത് കേട്ടിട്ട് ഏത് അബൂജഹൽ? ആരും മുഹമ്മദിന്റെ ഖുർആൻ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ വായിപ്പിക്കണ മൂപ്പരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ പാരായണം കേട്ട് അവിടെ സ്തബ്ധനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രയും വലിയ സ്വാധീനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ പാരായണത്തിനുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം വീടിന്റെ മുമ്പിൽ ചെറിയൊരു പള്ളി ഉണ്ടാക്കി, ചെറിയൊരു ആരാധനാ കേന്ദ്രം ഉണ്ടാക്കി. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഖുർആൻ ഓതും. ഇതൊക്കെ കേൾക്കണ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ ആ ഖുർആനിൽ അവർക്ക് അവരുടെ ഭാഷയിലാണല്ലോ ഖുർആൻ, ശരിക്കും വേഗം അവിടെ അതിലാകൃഷ്ടരാകും. അപ്പൊ അവർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, ഞങ്ങൾ പിഴപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ, അതുകൊണ്ട് ഖുർആൻ ഉറക്കം ഓതാൻ പാടില്ല, മെല്ലെ ഓതണം. അപ്പൊ അത്രയും വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോഴാണ്
ഈ ഒരു സിഹിർ മാരണത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ നബി ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ കേൾക്കാൻ ആളുകൾ ഇഷ്ടം പോലെ വരികയാണ്. ആ ഖുർആൻ കേൾക്കാൻ വരുന്നത് ഒരു നിലക്കും തടുത്തു നിർത്താൻ അവർക്ക് കഴിയാത്തവർ ചോദിക്കാണ്, നിങ്ങൾ കാണില്ല ഇത് സിഹിറാണ്, ഇതൊരു മാരണമാണ്, ഒരു മാജിക്കാണ്. ഈ ഒരു മാരണത്തിലേക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതല്ലാതെ ഇത് വഹയൊന്നുമില്ല, അത് അള്ളയും മലക്കൊന്നും കൊണ്ടുവന്നതല്ല. ഇത് അദ്ദേഹം കെട്ടിപ്പറയുന്നുണ്ടാക്കിയ ഒരു മാജിക്കുകാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാജിക്ക് കാണാനും ആ സിഹിറിലേക്കാണോ നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഈ സിഹിർ എന്ന് പറഞ്ഞത് എന്താണ് മുശ്രിക്കുകൾ ഉദ്ദേശിച്ചത്? ഇവിടെ ഈ സിഹിർ കൊണ്ട് ഉദ്ദേശം എന്താ? ഖുർആൻ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എപ്പോഴാണ് അവർ സാഹിർ എന്നും ഈ സിഹിറൊക്കെ ആരോപിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്തപ്പോഴാണ് ഇത് സിഹിറാന്ന് പറഞ്ഞു. അതുവരെ നബിന്റെ സംസാരത്തിനൊരു കുഴപ്പമില്ലെങ്കിൽ നബി ഖുർആനോട് ഓതി കൊടുത്തപ്പോൾ നബിന്റെ സംസാരം എന്തായി? സിഹിറാക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്? വ്യാഖ്യാനിക്കാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞൊരു ആരോപണമാണ് ഇദ്ദേഹത്തിന് ഏതോ ഒരു വ്യക്തി സിഹിർ ചെയ്തിട്ടുണ്ട്, ആ സിഹിർ ചെയ്തതിന്റെ ഫലമായി കൊണ്ടാണ് ഈ ഖുർആൻ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ മാരണക്കാരൻ ചെയ്ത സിഹിറിന്റെ ഫലമാണ് ഈ ഖുർആൻ, അതുകൊണ്ട് നിങ്ങൾ ആ സിഹിർ കേൾക്കാൻ പോകണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മളെ നാട്ടിലെ ചില ആൾക്കാർ ചില ഹദീസൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് ഈ ആയത്തെടുക്കും. കണ്ടോ, വഖാലല്ലാഹു തത്തബിഉല്ലാ റജുലൻ മസ്ഹൂറ എന്നുള്ള ആയത്ത് ഖുർആനുണ്ട്. അപ്പൊ ഇനി ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിറുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായെന്നുള്ള ഹദീസൊക്കെ അത് ഖുർആനെതിരാണെന്ന് പറഞ്ഞ് തട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഈ ആയത്ത് തെളിവാക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് മറുപടിയാണ് ഈ ആയത്ത്. യഥാർത്ഥത്തിൽ അഫതഅ്തൂന സിഹ്റ എന്ന് പറഞ്ഞ ആ ഖുർആനിനെയാണ് അവർ സിഹിർ എന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞത് ഏത് സിഹിറാണ്? ഖുർആൻ അവർക്ക് റസൂലിന് ഓതി കൊടുത്തപ്പോഴാണ് സിഹിർ എന്ന് ആരോപണം പറഞ്ഞു. അപ്പൊ അവർ ഉദ്ദേശിച്ച സിഹിർ ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തപ്പോൾ ഉണ്ടായ ചില പ്രയാസങ്ങൾ സിഹിറല്ല. അത് ഇത് നമുക്ക് ഈ ആയത്ത് എവിടെയാണ്? മക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനത്തെ പ്രയാസം ഉണ്ടത് മദീനയിൽ ഹിജ്റ 6ാമത്തെ വർഷത്തിലാണ്. അതിന് പരീക്ഷണമായിട്ട് റസൂലുള്ളാഹിക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായി. അപ്പൊ ആ ആയത്തും ഈ ഹദീസും തമ്മിൽ എന്തല്ല എതിരല്ല. അപ്പൊ എന്തിനാണ് അവർ സിഹിർ എന്ന് പറഞ്ഞത്? അഫതഅ്തൂന സിഹിറ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഓതി കൊടുക്കുന്ന ഖുർആനിനെയാണ് അവർ സിഹിർ എന്ന് പറഞ്ഞത്. ആ ഖുർആൻ നബിക്കാരോ സിഹിർ ചെയ്തത് മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തായിട്ട് നബി ഇങ്ങനെ പറയാണ്. ഇതാണ് അവർ പറഞ്ഞ ആരോപണം. ഇന്നിപ്പോ ഒരാൾ പറയാണ് നബിന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ടൊന്നുമില്ല, നബിക്കാരോ സിഹിർ ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് നബി ഇങ്ങനെ കുറെ ആയത്തിങ്ങനെ പറഞ്ഞു, അതിങ്ങനെ കുറെ പ്രാസക്കുപ്പിച്ചു വന്ന് ഇതാണ് ഖുർആൻ എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ളാലിമാണ്, അക്രമിയാണ്, മക്കത്ത് മുശ്രിക്ക് പറഞ്ഞ പോലെ പറഞ്ഞവനാണ്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അള്ളാഹു പറയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടും ഈ സിഹിറിന്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലണമെന്ന് മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ ആളുകളെ പിടിച്ചെടുത്താൻ വേണ്ടി ചോദിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പറയാൻ വേണ്ടി പറയാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റബ്ബി എന്റെ റബ്ബ് യഅലമുൽ ഖൗല എല്ലാ വാക്കുകളെയും അറിയുന്നവനാണ്, ഫിസ്സമാഇ വൽ അർളി ആകാശത്തും ഭൂമിയിലുമുള്ള എന്തൊരു വാക്കൊരാൾ പറഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു. ഇത് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ആയത്ത് കൂടിയാണ്. ഇത് മക്കത്തെ മുശ്രിക്കിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെങ്കിലും മക്കത്തെ മുശ്രിക്കല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ഇത് ബാധകം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി യഅലമുൽ ഖൗല, എന്റെ റബ്ബ് അറിഞ്ഞിരിക്കുന്നു എന്നല്ല, എന്റെ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ അറിയുന്നത്? അൽ ഖൗൽ, ഖൗൽ എന്ന് പറഞ്ഞാൽ സംസാരം, വാക്കുകൾ. അതിന് ഖൗലില് ഫിഅലുകളും പെടുന്നാണ് മുഫസ്സിരികൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ഫിസ്സമാഇ വൽ അർളി, അവൻ ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും. ഇവിടെ രണ്ടെണ്ണത്തിൽ മനുഷ്യനെ ജീവിക്കാൻ കഴിയുള്ളൂ. ഇനി ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ അടിയിലാണെങ്കിലും ഭൂമിന്റെ മുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ എത്ര ഉയരത്തിലാണെങ്കിലും അതൊക്കെ എന്താണ്?
ആകാശം. ഇനി സ്പേസിലാണെങ്കിലും ഇനി ചന്ദ്രനാണെങ്കിലും ഇനിയിപ്പോൾ സൂര്യനിൽ ഒരാൾ ഇറങ്ങി നോട്ടിക്കും, ഓന് ഈ ആയത്ത് ബാധകം. അവന്റെ പ്രവർത്തനം ആരറിയുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബുൻ അതീദുമായ മലക്കുകൾ നമ്മുടെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് സമയവും അവൻ നിരീക്ഷണത്തിലാണ്. അവൻ ഒറ്റക്കാണെങ്കിലും, രണ്ടാളാണെങ്കിലും, മൂന്നാളാണെങ്കിലും, ഇനി റൂമിൽ ഒറ്റക്കാണെങ്കിലും, ഇനി വീട്ടിലൊറ്റക്കാണെങ്കിലും, യാത്രയിലാണെങ്കിലും, ഏത് സമയത്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിലാണ് അവനുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയും. എത്രയോ സ്ഥലം വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെപ്പോഴും നടക്കാന്നല്ല, നഊദുബില്ലാ. അതേസമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും എന്ത് ചെയ്താലും പറഞ്ഞാലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം വസ്തൻസിഹു എന്നല്ല പറഞ്ഞു. അത് അള്ളാഹ് അങ്ങനെ കോപ്പി എടുത്ത് വെക്കുക. നസഖ എന്ന് പറഞ്ഞാൽ ശരിക്കും തരാം, ഫോട്ടോ കോപ്പി എടുക്കുന്ന പറയും. അപ്പൊ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അതോടെ സൂക്ഷിച്ചേക്കും. അപ്പൊ നമ്മുടെ വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുള്ളതോടെ നിറക്കെ എഴുതി ഇവിടെ കോപ്പിയാക്കി വെക്കുക. ഇത് എല്ലാ മനുഷ്യന്മാരുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസ്ഥയാണ്. അവൻ മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും അവൻ എന്ത് ചെയ്താലും അത് അള്ളാഹു അറിയുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പറയുന്നത് വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരാതിരിക്കാൻ ഈ ഒരൊറ്റ ആയത്ത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ലില്ലാഹി 99 ഇസ്മൻ വമൻ അഹ്സാഹ ദഖൽ ജന്ന, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ ഒരു മനുഷ്യൻ ശരിക്ക് അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിച്ചാൽ അവന് സ്വർഗത്ത് കടക്കുന്നു. 99 നാമങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കല്ല, കാണാതെ പഠിക്കുന്നതിന് ഭാഗം തന്നെയാണ്. പക്ഷെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെ സംബന്ധിച്ചും ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ ഒറ്റക്കാണ് എന്നുള്ളത് നമ്മളാരും പറയാൻ പാടില്ല. നമ്മളാരും ഒറ്റക്കല്ലല്ലോ, നമ്മളെ കൂടെ റബ്ബുണ്ട്, മലക്കുകളുണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മ ആരും കാണാതെ തിന്മ ചെയ്യാം എന്നുള്ളത് ശരിക്ക് ഒരു വിഡ്ഢിത്തമാണ്. യഥാർത്ഥത്തിൽ ആരും കാണാതെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നു ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വഹുവ സമീഉൽ അലീം. ഇത് നമ്മുടെ ജീവിതത്തിനും ബാധകമാക്കേണ്ടതാണ്. മക്കത്തെ മുശ്രിക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറഞ്ഞത്. ബൽ, പക്ഷെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശിച്ചെടുക്കും. അവരെന്താ പറയുക? ബൽ, പക്ഷേ ഖാലു, അവർ പറഞ്ഞു അദ്ഗാസു അഹ്ലാം. എന്താ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന വർത്താനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേക്കിനാവുകൾ മാത്രമാണ്. പേക്കിനാവുകൾ. ലഹസ് എന്നുള്ളതിന്റെ ജന്മാണ് അൽഹാസ് എന്ന് പറഞ്ഞത്. ലഹസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയാ, ഈ സ്ത്രീകളൊക്കെ മുടി കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുടി ഇങ്ങനെ തോർത്തിട്ട് ഇങ്ങനെ കെട്ടിടുന്നുള്ള അവസ്ഥ. അതായത് ഒരു സംഗതി മറ്റൊരു സംഗതിയിലേക്ക്, അതുപോലെ തന്നെ വിത്തുകൾ പരസ്പരം അങ്ങോട്ട് കൊണ്ട് ചേർത്തുക, ഇതിനൊക്കെ ലഹസ് എന്ന് പറയാം. അപ്പൊ അൽഗാസ് അഹ്ലാം എന്ന് പറഞ്ഞാൽ കുറേ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അതായത് ഇവരൊരു ആരോപണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറേ സ്വപ്നം കാണും. ആ സ്വപ്നം കണ്ടിട്ട് അതൊക്കെ നബി എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാണ്. അതല്ലാതെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരുന്നില്ല, മലക്കൊന്നും വരുന്നില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരുപാട് അഹ്ലാമുകൾ, അഹ്ലാം എന്ന് പറഞ്ഞ സ്വപ്നങ്ങൾ എന്നർത്ഥം. ഇദ്ദേഹം കുറേ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലൊന്നും ഒരു വഹയും വരുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതാണ് അദ്ഗാസു അഹ്ലാം എന്ന് പറഞ്ഞത്. ഒരു ദിവാസ്വപ്നം നമ്മൾ സാധാരണ പറയണം പേക്കിനാവും. ഇത് എവിടെ ഉണ്ട് വെച്ചാൽ
പിന്നെ യൂസഫ് നബിന്റെ കഥയിൽ സംഭവം പറയുന്നുണ്ട്. സൂറത്ത് യൂസഫിലുണ്ട്. സൂറത്ത് യൂസഫിൽ നമുക്ക് രാജാവ് സ്വപ്നം കാണുന്നുണ്ട്. എന്തായാലും സ്വപ്നം? രാജാവിന്റെ സ്വപ്നം എന്തേലും സൂറത്ത് യൂസഫ് അറിയില്ലേ? 7 മെലിഞ്ഞ ഒട്ടകങ്ങളും 7 തടിച്ച ഒട്ടകങ്ങളുണ്ട്. അതുപോലെ തന്നെ 7 നെൽക്കതിരുകൾ, പിന്നെ സമയത്ത് സുമ്പലത്തിൽ നിന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെന്താ വെച്ചാൽ 7 മെലിഞ്ഞ ഒട്ടകങ്ങൾ 7 തടിച്ച ഒട്ടകങ്ങൾ തിന്നാം. സ്വപ്നം. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു വ്യാഖ്യാനം പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു? ഹലാമിൻ എന്നാണ് ഇതേ പദം അവിടെ പറഞ്ഞു. നിങ്ങൾ കുറെ ആവശ്യമില്ലാത്ത കുറെ ഉറക്കത്ത് കാണാം, എനിക്കിപ്പോ നമ്മൾ വ്യാഖ്യാനം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കും വ്യാഖ്യാനം പറയാൻ കഴിയാത്ത വന്നപ്പോഴാണ് യൂസുഫ് നബിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരാളവിടെ സദസ്സിലുണ്ടായിരുന്നു. മുപ്പരെ മറന്നു കഴിഞ്ഞു. യൂസുഫ് നബി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, രാജാവിന്റെ അടുക്കനെ പറ്റി ഓർമ്മിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. മുപ്പരെ അപ്പൊ ഈ സ്വപ്നം രാജാവ് പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്ന്, ഇന്നിങ്ങനെ ജയിലൊരാളുണ്ട് യൂസുഫ് എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് ഇതിനൊക്കെ കഴിവുണ്ട്. അങ്ങനെയാണ് യൂസുഫ് നബിനെ കൊണ്ടുപോകും. യൂസുഫ് നബി ഇങ്ങോട്ട് വരണ ഡിമാൻഡ് വെച്ച്, ഞാനിവിടെ കടന്ന് ഞാൻ നിരപരാധി ആദ്യം തെളിയിക്കണം. നിങ്ങൾ സ്വപ്നത്തിൽ വ്യാഖ്യാനം പറഞ്ഞതിന് മുമ്പ് എന്ത് ചെയ്യണം? ഞാൻ നിരപരാധി നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ കൊണ്ടുവരും. അങ്ങനെയാണ് പിന്നെ യൂസുഫ് നബിനെ പിന്നെ അവിടെ ഇമ്രത്തുൽ അസീസൊക്കെ നിരപരാധിത്വം പറയുകയും അങ്ങനെ യൂസുഫ് നബി ഇവിടെ വന്നിട്ട് വ്യാഖ്യാനം പറയുകയും ചെയ്തു. അപ്പൊ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കരിച്ചതിന് ശേഷം സഹാബത്തിന്റെ ഒക്കെ തിരിഞ്ഞിരിക്കും. എന്നിട്ട് ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സഹാബത്ത് കാണുന്ന സ്വപ്നം നമ്മളെ പോലെ ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പതിവും വേണ്ടാത്ത കാണും. ഇനി എന്താ കണ്ടാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പം. മനസ്സിലായില്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അങ്ങനെ സ്വപ്നം കണ്ടതായിട്ട് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യാഖ്യാനം പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഉമർ റളിയല്ലാഹു പിന്നെ അദ്ദേഹത്തിന്റെ കൈയിന്റെ വിരലുകൾ കൂടി പാല് പുറത്തേക്ക് വരിക. കയ്യിൻ്റെ വിരലുകൾ കൂടിയൊക്കെ പാലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പിന്നെ എന്താണ് നബി ഇതിൻ്റെ വ്യാഖ്യാനം? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു, അത് ഈമാനാണ്. ഈമാൻ ഉമറിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് എന്നാണ് വ്യാഖ്യാനം. നിങ്ങൾ ആലോചിച്ചോ. ഇനി അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണാറുണ്ടാവും. പക്ഷെ നല്ല സ്വപ്നമേ നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ. അതന്നെ എല്ലാവരോടും പറയാൻ പാടില്ല. ആരോട് മാത്രം? ഏറ്റവും അടുത്ത ആളുകളോട് എന്ത് ചെയ്യും, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം സ്വപ്നം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു സ്വാലിഹായ മനുഷ്യന്റെ സ്വപ്നം കേട്ടോ. ഇപ്പം നമ്മൾ ഈ സ്വപ്നം കണ്ട കുറെ ജീവികളുണ്ട് നമ്മുടെ നാട്ടില്. ഈ കറാമത്ത് മുഴുവൻ ഉറക്കത്തിലാണ് കാണുക. മനസ്സിലായില്ലേ? അതല്ല ഇവിടെ പറഞ്ഞത്. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഹദീസിൽ കാണാൻ ആണെന്നില്ല ചുരുക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നുബുവത്തിന്റെ 40 അംശങ്ങളിൽ ഒരംശമാണ് നല്ല സ്വപ്നം. ഏകദേശം നമ്മൾ 40 വട്ടം നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ നബിയാവുന്നില്ല കേട്ടോ. നുബുവത്തിന്റെ 40 അംശങ്ങളിൽ ഒരു അംശമാണ് നല്ല സ്വപ്നങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളോട് പറയാം. ദുസ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ ആരോടും പറയാൻ പാടില്ല. ആരോടും പറയാൻ പാടില്ല. ഇനി കാണാത്ത സ്വപ്നം കണ്ടതായി പറഞ്ഞാൽ അവൻ ഏറ്റവും വലിയ കള്ളനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ ഇപ്പൊ സാർവത്രികമായി നടക്കുന്നതാണ്. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മുടി ബർക്കസിലേക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പച്ച നുണ പറഞ്ഞിട്ട് ആണ് എല്ലാ ബിസിനസ്സും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വപ്നം കണ്ട് നബിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് ഒന്ന് പിന്നെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അറിയണം. അതേതായാലും അറിയില്ല അവന്.
രണ്ടാമത് നബിയുടെ പേരിൽ കളവ് പറഞ്ഞാൽ ഫല്ലത്തബഉ മഖഅദഹു മിനന്നാർ. ഒരാളിപ്പോൾ നിങ്ങളെ ഞാൻ ഉറക്കത്ത് കണ്ടുപിടിക്കും, എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കാണാതെ ഞാൻ പറയാണ് ഹക്കീമാക്ക് എന്നോട് ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ അത് കളവാണ്, എനിക്ക് കുറ്റം കിട്ടും. അതേ സമയത്ത് റസൂൽ നിങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ പോലും എനിക്ക് കുറ്റം കിട്ടും. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഇത്രയൊക്കെ കുറ്റം ഫല്ലത്തബഉ മഖഅദഹു മിനന്നാർ. ഇപ്പം നടക്കണതാണ്, പക്ഷെ ഇതൊക്കെ സ്വപ്നത്തിൽ കാണണം. അപ്പം അത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു ഹലാലും പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു ദുസ്വപ്നങ്ങൾ പിശാചില്ലെന്നുള്ളതാണ്. വേണ്ടാത്ത സ്വപ്നങ്ങൾ പിശാച്. അതുകൊണ്ടാണ് പിന്നെ ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് പിന്നെ ഇടത് ഭാഗത്തേക്ക് തൊപ്പിയിട്ട് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാലോചിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ പരിഹാരം ഇസ്ലാമിലുണ്ട്. ഒരു സ്വപ്നം കണ്ട് നെറ്റി ഉണർന്നാൽ അപ്പോഴുള്ള പ്രാർത്ഥന നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ഇസ്ലാം അവിടെയും എന്തിട്ടുണ്ട്, ഒരു സ്വപ്നത്തിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട് നടത്തും. അവിടെയൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഞാൻ ഒരു ചീത്ത സ്വപ്നം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ആരോടും പറയണ്ട. നല്ല സ്വപ്നം കൊണ്ട് ഏറ്റവും അടുത്താളോ പറഞ്ഞാൽ മതി, പറയണമെന്നുണ്ട് പറഞ്ഞാൽ മതി. ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഞാൻ പറഞ്ഞു 35-ാമത്തെ വയസ്സ് മുതൽ ഈ ഒറ്റയ്ക്കിരിക്കൽ തോന്നിയപ്പം വഹീന്റെ ഒന്നാമത്തെ ഘട്ടം വെച്ചാൽ പ്രവാചകൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി പുലരുക. ഇതാണ് ഹദീസിലുള്ളത്. നബി എന്ത് സ്വപ്നം കണ്ടാലും പ്രഭാതം പുലരുന്നത് പോലെ അത് പുലരുന്ന, മനസ്സിലായില്ലേ? പിന്നെ ചിലപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ മരിക്കണ സ്വപ്നം കാണും. നമ്മൾ മരിക്കണ നമ്മൾ തന്നെ സ്വപ്നം കാണും. അതിനെ പിറ്റേന്ന് ഭയങ്കര പേടിക്കാറ് ആൾക്കാർക്ക്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ സ്വപ്നം കണ്ടില്ലെങ്കിലും മരിക്കൂലേ. ചില ആൾക്കാർ ഞാൻ ഇപ്പം ഇന്നലെ മരിക്കണ സ്വപ്നം കണ്ടു നിറച്ചാൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ സ്വപ്നം കണ്ടില്ല, എന്നാലോ മരിക്കേണ്ട സമയത്ത് മരിക്കും. സ്വപ്നം കണ്ടുകൊണ്ട് നേരത്തെ മരിക്കില്ല, സ്വപ്നം കാണാത്തതുകൊണ്ട് മരിക്കാൻ വരില്ല. അത്ര ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ മറ്റുള്ളവരോട് പറയരുത്. ഇനി അങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒതുണ്ടാക്കി ഏറ്റവും ചുരുങ്ങിയ ആയത്തെ കുറിച്ച് ഫലക്കുന്നാസൊക്കെ ഓതിട്ട് എന്ത് ചെയ്യണം, കിടക്കണം. നമ്മുടെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ പിന്നെ ഹെഡ്ഫോണും വെച്ചിട്ട് പാട്ടും കേട്ട് അങ്ങനെ കിടന്നുറങ്ങും. ചിലപ്പം നല്ല ഹിന്ദി പാട്ടും അതുപോലെ തന്നെ വേണ്ടാത്തൊക്കെ കണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ കടത്തത്തിൽ നമ്മളാണ് മരിച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ എങ്ങനെയാണോ അവൻ മരിച്ചത് അങ്ങനെയാണ് പരലോകത്തേക്ക് എന്ത് ചെയ്യുക. അപ്പോൾ മറ്റേ പാട്ടും കേട്ട് അങ്ങനെ പരലോകത്തേക്ക് കയറേണ്ടി വരും. കൊടുക്കണം. മരണപ്പെടുന്നത് ആ അവസ്ഥയിലായിരിക്കും പരലോകത്തിലേക്ക് നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കലെന്താ, അല്ലാഹുമ്മ അമൂത്തു വഹയാന്നല്ലേ. ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉറങ്ങുന്നു എന്നല്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ മരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മരിക്കാൻ പോകണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള പ്രാർത്ഥന എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഞങ്ങളെ ഉറക്കിയതിന് ശേഷം എണീപ്പിച്ച അള്ളാഹുവിനല്ല, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്ന്. അല്ല, ഞങ്ങൾ ഉറക്കിയതിന് ശേഷം എന്നല്ല. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും പറയാം, ഉറങ്ങാൻ പോകുന്നല്ല പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോകുന്ന പറഞ്ഞു. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമാ അമാതനാ എന്നാണ്, ഞങ്ങൾ മരിപ്പിച്ചതിന് ശേഷം. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞ അന്നവും അഖുൽ മൗത്ത്, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിൻ്റെ സഹോദരനാണ്. നമ്മൾ ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന ഒരാളും മരിച്ചെടുക്കണം തമ്മിൽ വ്യത്യാസം ശ്വാസത്തിൻ്റെ മാത്രമേ ഉള്ളൂ, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കും ജീവിതത്തിൽ നമ്മൾ പിന്നെ മരിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിലൂടെ കാണിച്ചത്. അപ്പോൾ അതാണ് ഈ അല്ലാഹു അഹ്ലാമി എന്ന് പറഞ്ഞത്. ഉറക്കത്തിൽ റൂഹ് പിടിക്കും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫനാമിഹാ ഫയുംസികുല്ലാഹു അൽ-ഉഖ്റ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ഉറക്കിലും റൂഹ് പിടിക്കുന്നുണ്ട്. നമ്മുടെ അജ്ല് കഴിഞ്ഞിട്ടില്ലെങ്കിൽ റൂഹ് തിരിച്ചു തരും. അജ്ല് കഴിഞ്ഞാൽ അള്ളാഹു റൂഹ് അവിടെ പിടിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ
അതുകൊണ്ടാണ് ഉറക്കത്തിന് തെക്ലീഫില്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറ്റമില്ല, നന്മയില്ല. പക്ഷെ കുറ്റം ഉണ്ടാവട്ടെ. എപ്പോൾ ഉറങ്ങിയല്ലാരോ വെറുതെ നിസ്കരിക്കാതെ പറഞ്ഞുറങ്ങിയ കുറ്റം ഉണ്ടാവും. അതല്ല ഒരാൾക്ക് അയാൾ ഉറങ്ങിപ്പോയി. എപ്പോഴും പള്ളിയിൽ പോകുന്ന ആളല്ല, പക്ഷെ ഒരു ദിവസം അയാൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കുറ്റം അയാൾക്ക് ഉണ്ടാവില്ല. കാരണം ഒരു ഉറക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ച് ബോധം ഉണ്ടായെങ്കിലേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബാധകമാവുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു റുഫിഅൽ ഖലമു സലാസിൻ, 3 വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിറപോലെ അമലുകൾ അല്ലാഹ് എഴുതി വെക്കൂല. ഒന്ന് മജ്നൂൻ, തലക്ക് സുഖമില്ലാത്തവർ. ഓരോ അമലും ചെയ്യൂല അള്ളാഹു. കാരണം അവർക്ക് തെക്ലീഫില്ല. അയാഴ്ച തെക്ലീഫില്ല അയാഴ്ചകൊണ്ട് എന്തും അവർക്ക് ചെയ്യാന്ന് തന്നെ അർത്ഥമില്ല. അതാര് നിയന്ത്രിക്കണം? ഇപ്പോൾ ഒരാൾ സുഖമില്ലാത്തൊരു കുട്ടിയാണ് കുട്ടിക്കുള്ളി, അതുമില്ല അള്ളാഹു നമ്മില്ലാത്തവരെ പരീക്ഷ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവർ സുഖമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് ബുദ്ധിയില്ല. പക്ഷെ ആ കുട്ടി ഒരു കല്ലെടുത്താണ് ഗ്ലാസ് പൊട്ടിച്ച് വണ്ടിൻ്റെ. ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല, അള്ളാൻ്റെ ഒക്കെ കുറ്റമില്ലല്ലോ ഇറങ്ങുക. അത് അള്ളാൻ്റെ ഒക്കെ കുറ്റമില്ലാത്ത. ഇവിടെ എന്ത് ചെയ്യണം? ഗ്ലാസിൻ്റെ പൈസ ആര് കൊടുക്കണം? ആ കുട്ടിൻ്റെ വലിയ കൊടുക്കണം. മനസ്സിലായില്ലേ? ആരാണ് കുട്ടിൻ്റെ വാപ്പ? ആ കുട്ടിൻ്റെ വാപ്പ എന്ത് ചെയ്യണം? ഗ്ലാസിൻ്റെ പൈസ. മൂപ്പർക്ക് ബുദ്ധിയില്ലാത്ത കുട്ടില്ലേ, അള്ളാൻ്റെ കുറ്റമില്ല, അള്ളാൻ്റെ കുറ്റമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ നിയന്ത്രിക്കേണ്ട ബാധ്യത കൂടി വലിയകൾക്കുണ്ട്. ആ വലിയ ഇവർ നിയന്ത്രിച്ചതിന് കുറ്റുണ്ടാവും. ഇവനൊരാളെ പോയി കൊന്നു കെട്ടിക്കൊള്ളി, അതായത് ഇവനെന്ത് ചെയ്തു? കൊന്നു. അപ്പൊ അതിൻ്റെ പേരിൽ ഇവൻ ഒരു പക്ഷെ കൊല്ലപ്പെട്ടോളുന്നില്ല, പക്ഷെ ആ കുറ്റം ആർക്കുണ്ടാവും? വലിയനുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം എന്താ വെച്ചാൽ അയാളാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അത് ബുദ്ധിയില്ലാത്ത എന്ത് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, പക്ഷെ ചെയ്താൽ അവന് കുറ്റം ഉണ്ടാവില്ലെന്ന്. കാരണം അവന് ബുദ്ധിയില്ല. രണ്ടാമത്തെ വെച്ചാൽ ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നവരെ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അന്ന് രേഖപ്പെടുത്തും. മൂന്നാമത്തത് അന്നായും, ഉറങ്ങിക്കിടക്കുന്ന ബോധമില്ലാത്ത ആൾ. എത്തയസ്തയറ്റത ഓൻ ഉറക്കത്തിൽ അമലുണ്ടാവില്ല. ഉറക്കത്തിൽ പിന്നെ ഒരേ ദിക്കറിലും ഉണ്ടാവും. ചിലപ്പം ദിക്കറിലും ഉറക്കത്ത് കാണും, പക്ഷെ ആ ദിക്കറിനൊന്നും ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. ഇനി ഉറക്കത്തിൽ ഒരു തെറ്റിനെ കണ്ടുണ്ടാവും, ആ തെറ്റിനുള്ള ശിക്ഷയും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണ്ട. അപ്പോൾ പിന്നെ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്, ചീത്ത സ്വപ്നങ്ങൾ പിശാചിൻ്റെ അടുക്കലാണ്. ഇപ്പോൾ റസൂലുള്ളാഹി ഇനിയിപ്പോൾ ഒരാൾ ഇത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഒരു പിന്നെ വിശ്വാസി സ്വപ്നത്തിൽ നന്മ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അതായത് ഇപ്പോൾ ഉറക്കത്തിൽ ഒരാളൊരു അമല് ചെയ്യണില്ലല്ലോ. ഉറക്കത്തിൽ ഒരാൾ അമല് ചെയ്യണില്ല, അയാൾ മരിച്ചതുപോലെ കിടക്കണം. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം നന്മയില്ല, തിന്മയില്ല. അതേ സമയത്ത് അയാൾ ഉറങ്ങാൻ കിടക്കുമ്പം അയാൾക്ക് ബോധമുണ്ടല്ലോ, അപ്പൊ അയാൾ ചെയ്യണ നന്മക്ക് കൂലി ഉണ്ടാവും. മാത്രമല്ല ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഒക്കെയും അള്ളാഹുവിന്റെ സംരക്ഷണമൊക്കെ ഉണ്ടാവും. ആയത്ത് കുർസി ഓതി, ഫലക്കുന്നാസൊക്കെ ഓതി, സൂറത്ത് മുൽക്കൊക്കെ ഓതി കിടന്നാൽ എന്തുണ്ടാവും? അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. പക്ഷെ ഓരോ ഉറക്കത്ത് കാണുന്നതിന് കുറ്റം ഉണ്ടാവില്ല, ഉറക്കത്ത് ചെല്ലിയന് കൂലി ഉണ്ടാവില്ല. ഓന്റെ കലം എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. ഇനിയിപ്പോ ഉറക്കത്തിൽ നീച്ച ഒരാൾ പോലും നിസ്കരിച്ച് നോക്കിക്കോളൂ. അവൻ ഉറക്കലാണെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല. ഓൻ ഉറക്കിലാണെങ്കിൽ ചിലപ്പോൾ ഓൻ തൊട്ട് അപ്പോഴേക്കാണ് ഓൻ നിസ്കരിച്ചതിന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ചില ആൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ റോട്ടിൽ കൂടെ അങ്ങനെ നടക്കും, ചിലപ്പോൾ വസ്ത്രമില്ലാതെ നടക്കണൊക്കെ നഅൂദുബില്ലാഹ് അല്ലാഹു കാത്തിരിച്ചു. അങ്ങനത്തെ ഒക്കെ രോഗങ്ങളുണ്ട്. അതെല്ലാം രോഗമാണ്, മനസ്സിലായില്ല? അതൊക്കെ ചികിത്സിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലതാണ്. ഇനി ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒരാൾക്കൊരു സ്വപ്നം കണ്ടു കെട്ടിക്കോളി. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്വപ്നം കണ്ടു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണാം, റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണാനുള്ള സലാത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില സലാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ഒരു ഭാഗ്യമാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പക്ഷേ നബിയെ സ്വപ്നം കണ്ടത് നബിയാണ് തിരിച്ചറിയ രണ്ടാൾക്ക് മാത്രമാണ്. 2 വിഭാഗം ആളുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാവും. അതിലൊന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്തിനാണ്. കാരണം എന്താ? അവരാണ് റസൂലുള്ളാഹിനെ നേർക്കുനേരെ. ഇപ്പം ഞാൻ ഹക്കീമാക്കാനെ സ്വപ്നം കണ്ടാൽ
എനിക്കിപ്പോൾ ഇനി വേറൊരാൾ ഒരു പാൻറ് കുപ്പായിട്ട് താടിച്ചൊരാളെന്ന ആൾ പറഞ്ഞു ഞാൻ അക്കീമാക്കി എന്ന് പറയാം. എനിക്ക് നിങ്ങൾ അക്കീമാക്കിയാണല്ലോ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ആദ്യം ഉപരം കാണണല്ലോ. അപ്പൊ റസൂലുള്ളാഹിനെ നേർക്കുനേരെ കണ്ട ഒരാൾക്ക് സ്വപ്നത്തിൽ കണ്ട, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പിശാചിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രാപിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഭാഗം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമായിലുകൾ അഥവാ റസൂലുള്ളാഹിന്റെ നിറം, റസൂലുള്ളാഹിന്റെ നീളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി, റസൂലുള്ളാഹിന്റെ മുഖം, പ്രവാചകന്റെ നിറം, ഇതെല്ലാം ഹദീസിലുണ്ട്. എല്ലാം ഹദീസിലുണ്ട്. നബിനെ ഇങ്ങനെ കാണുന്നത് പോലെ ഹദീസിൽ സഹാബത്ത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് മുഴുവനും പഠിച്ച് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിനെ എന്ത് ചെയ്യാം, സ്വപ്നം കണ്ടാൽ തരും. ഇപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് ബുഖാരി എഴുതാനുണ്ടായ ഒരു കാരണം എന്താ അറിയോ? ഇമാം ബുഖാരി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെ സ്വപ്നം കണ്ടു? റസൂലുള്ളാഹി അവിടെ ഇരിക്കുകയാണ്. ഇമാം ബുഖാരി റസൂലുള്ളാഹിക്ക് ഇങ്ങനെ വിശറി വീതി, ഇങ്ങനെ എന്താ പറയാ, പണ്ടൊക്കെ ഫാനില്ലല്ലോ, ഇങ്ങനെ വിശറി വീതി കൊടുക്കണം. ഇതാണ് ഇമാം ബുഖാരി കണ്ട സ്വപ്നം. അദ്ദേഹം ഉസ്താദുമാരടുത്ത് ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താ എൻ്റെ വ്യാഖ്യാനം? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യും. റസൂലുള്ളാഹിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് താങ്കൾ മറുപടി പറയും. അതാണ് എൻ്റെ വ്യാഖ്യാനം. കാരണം ഈച്ചിരിക്കുന്നത് ആൾക്ക് ഇഷ്ടമുണ്ടാവും, അതിന് ആട്ടി കൊടുക്കണല്ലോ. അപ്പൊ റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ വരുന്ന ആരോപണങ്ങൾക്ക് ആര് സംരക്ഷണം ഒരുക്കും? ഇമാം ബുഖാരി. അതാണ് സഹീഹ് ബുഖാരി. മനസ്സിലല്ലേ? അപ്പൊ അവർക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം കണ്ടാൽ അത് നബിയാണെന്ന് ചെയ്യാൻ കഴിയും, തിരിച്ചറിയാം. നമ്മളെപ്പോലത്തെ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാച് വന്നിട്ട് പറയാണ് ഞാൻ നബിയാന്ന് പറഞ്ഞാൽ നമുക്കിത് നബിയെന്ന് ഉറപ്പിക്കാൻ എന്തില്ല, ഒരു മാർഗം. അതുകൊണ്ട് തന്നെ ഇനി സഹാബത്താണെങ്കിൽ പോലും അതേപോലെ സഹാബത്താണെങ്കിൽ പോലും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിൽ പ്രവാചകൻ പറഞ്ഞത് ദീനിൽ എന്തല്ല, തെളിവല്ല. പറഞ്ഞ മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ സഹാബത്തിന് നബിന്റെ സ്വപ്നം കാണാം, അവന് മനസ്സിലാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ടൊരു കാര്യം അവനെ പഠിപ്പിക്കുകയാണ്, ഒരു സഹാബിയെ, എങ്കിൽ അത് ആ സഹാബിക്ക് എന്താവില്ല, ദീന് ആകൂല. ഏത് വരെ ചോദിച്ചാൽ ആ കാര്യം റസൂലുള്ളാഹി അംഗീകരിക്കണം. നബിന്റെ അടുത്ത് വന്നിട്ട് നബി ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് നബി പറഞ്ഞാലേ എന്താവുള്ളൂ. അപ്പൊ ഏതുപോലെ ചോദിച്ചാൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടായി. നബി ആഗ്രഹിച്ചു, കാരണം നിസ്കാരത്തിലേക്ക് ആളുകൾ ക്ഷണിക്കണം. അപ്പൊ സഹാബത്തിന് ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് ആളുകളെ വിളിക്കുക? അപ്പൊ ആളുകൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുക, മണി അടിക്കുക, ബെല്ലടിക്കുക. അപ്പൊ അത് നിസ്രാനികൾ ഏർപ്പാടാണ്, നമുക്ക് വേണ്ട. ചിലക്കൊരു ചണ്ട അല്ല ഒച്ച ഉണ്ടാക്കാം, വലിയ ദപ്പ കൂട്ടിയിട്ട് ഒച്ച ഉണ്ടാക്കാം. വേറെ ചില ആൾക്കാരത് വേണ്ട. അങ്ങനെ അവർ കുറേ മീറ്റിംഗ് തീരുമാനിച്ചു, അതൊന്നും വേണ്ട. അങ്ങനെ എല്ലാവരും പോയി കിടന്നുറങ്ങി. ഈ റസൂലുള്ളാഹിന്റെ അടുക്കലൊക്കെ പോയി ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇങ്ങനെ പ്രമുഖരായ സഹാബിമാരൊക്കെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? ബാങ്കിന്റെ ലഫ്ളുകൾ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കണില്ലേ, ആ ലഫ്ളുകൾ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നതായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ട് വേഗം നബിന്റെ അടുത്ത് വന്നു, നബി ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പൊ അത് അബൂ മൂസ അശ്അരി വരുന്നു, ഇബ്നു മസ്ഊദ് വരുന്നു, വേറെയും കുറേ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബി ഞങ്ങളൊക്കെ ഇതേ കാര്യം സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പൊ നബി എന്താ പറഞ്ഞത്? എന്നായിക്കോട്ടെ, നാളെ മുതൽ തുടങ്ങാന്നല്ല, അത് ദീനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരാൻ കാത്തിരുന്നു, വഹി വന്നു, അത് അംഗീകരിച്ചു. ശരി, എന്നായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ. അപ്പോഴാണിത് ബാങ്കായത്. അല്ല, ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടുകൊണ്ട് എന്തായിട്ടില്ല, ബാങ്കായില്ല. അപ്പൊ നബി അംഗീകരിച്ചാല് സഹാബത്തിന്റെ സ്വപ്നത്തിൽ പോലും എന്തുള്ളൂ. പിന്നെ നമ്മളെ നാട്ടിലിപ്പോ സ്വപ്നം കണ്ടിട്ട് ഞാൻ നബിന് അങ്ങനെ പറഞ്ഞു, നബിന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും അത് ദീനിൽ എന്തല്ല, ഒന്ന് തെളിവല്ല. ഒരിക്കലും മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കാര്യം പിശാച് അങ്ങനെ പല കളിയും കളിക്കും. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശൈത്താൻ പല കളി കളിക്കും.
മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പം മൂന്ന് ഒച്ച കേട്ടു. ഒച്ച കേട്ടിട്ട് അപ്പോൾ മൊയ്തീൻ ശൈഖ് ഞാൻ ഇന്നി അനല്ലാഹ്, ഞാൻ പടച്ചോനാണ് എന്ന് പറഞ്ഞു. ശബ്ദം എന്താണ്? ഞാൻ അള്ളയാണ്, ഞാൻ നിനക്ക് വഹീ തരികയാണ്, നിനക്ക് ഹറാമാക്കിയ ചില കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. അപ്പൊ തന്നെ മൊയ്തീൻ ശൈഖിന് മനസ്സിലായി ഇത് മറ്റാളെ കളിയാണ്. ഷെയ്ത്താൻ, ഓടെ ഷെയ്ത്താനെ അവിടെ നടന്നു. അദ്ദേഹത്തിന് ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ഷെയ്ത്താനെന്ന് എങ്ങനെ മനസ്സിലായി? ഉറപ്പാണ് നിങ്ങൾക്ക് ഷെയ്ത്താൻ. കാരണം അള്ള ഹറാമാക്കിയത് നിങ്ങൾ ഹലാലാക്കി എന്ന് പറയാൻ ഇതിവിടെ ആര് വരണം? നബി വരണം. ഞാൻ നബി അല്ല. അപ്പൊ അതെനിക്ക് ഉറപ്പാണ് എന്താണ്? ഷെയ്ത്താനാണ്. ഇനി നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഉണ്ടായതെങ്കിലോ ഓൻ വലിയായി, ഓന് പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, ഓന് അവ നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിക്ക് പിന്നെ ദുസ്വപ്നങ്ങളുടെ ഒരു സ്വാധീനം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അതിൽ നല്ലത് കണ്ടാലും ആവശ്യമുണ്ടെങ്കിൽ ആളുകളോട് എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? പറയാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. ഇനി അവർ പറയാണ്, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പറയാ ആരോപണങ്ങൾ പറഞ്ഞു. ഒന്ന് അൽഗാത്തു അലാമിൻ, നബി ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിട്ട് ഇത് വിളിച്ചു പറയാന്ന് പറഞ്ഞു. ബൽ, ഇനി അതല്ല, ഇഫ്തറാഹു. രണ്ടാമത്തെ ആരോപണം എന്താ വെച്ചാൽ ഇഫ്തറാഹു. ഇഫ്തറാഹു എന്ന് പറഞ്ഞാൽ നബി കെട്ടിപ്പറയാണ്. ഇതൊക്കെ മൂപ്പരിങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയാണ് എന്ന് പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും വഹി കിട്ടിയിട്ട് പറയുന്നില്ല. ഇഫ്തറാഹു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കെട്ടിപ്പറയുകയാണ് എന്നാണ് മറ്റൊരു ആരോപണം. അപ്പൊ ഇത് പല ടീമാണ്. ഒരു ടീമായിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നത് ഞങ്ങൾ പറയും പിന്നെ ഇവർക്ക് ഭ്രാന്താണ്. നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയണത് ഇവർ കവി എന്ന് പറയുന്നത്. വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇവർക്ക് സിഹ്ർവാദമായിട്ടുണ്ടാവും. ഇങ്ങനെ ടീമായിട്ട് പല ആളുകളും പല ആരോപണം എന്ത് ചെയ്യാൻ പറയാം. ഇത് ഓരോ പ്ലാനിങ് ചെയ്യും. അതുകൊണ്ട് വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇഫ്തറാഹു, ഇതൊക്കെ കെട്ടിപ്പറയാണ്. ബൽ, ഇനി വേറെ ചില ആൾക്കാർ പറഞ്ഞു ഹുവ ഷാഇറുൻ, നബി ആരാണ്? നല്ല കവിയാണ്. അപ്പൊ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കവിതയാണ്. കാരണം ഖുർആന്റെ പ്രാസമൊക്കെ ഉണ്ടല്ലോ, പ്രാസൊപ്പിച്ചിട്ട് ചില ആയത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കവിയാണ്. ഒരു കവിനെ വാചകപത്രം മാത്രം വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറയും. അങ്ങനെ പല ആരോപണങ്ങളും റസൂലുള്ളാഹിനെ പറ്റി എന്ത് ചെയ്യും അവർ പറയും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂൽ ഒരിക്കലും കവിത പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തല്ല? കവിയല്ല. ഇസ്ലാം കവിതയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പാട്ടും അങ്ങനെ തന്നെ, ആവശ്യത്തിന് പാടാം. ജീവിതം മുഴുവനും പാട്ട് തന്നെ അത് പറ്റില്ല. മനസ്സിലായില്ല? പാട്ടൊക്കെ ആവശ്യത്തിനൊക്കെ പാടാന്നല്ലാതെ. ഇപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇസ്ലാം കവിതയെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഉംറുൽ ഖൈസിനേക്കാളും വലിയ കവി ഞാനാകുമായിരുന്നു. അത് ഇമാം ഷാഫി ബടായി പറഞ്ഞതല്ല. ഇമാം ഷാഫിക്ക് ഒരുപാട് കവിതകളുണ്ട്. അത് വായിച്ചാൽ തന്നെ കാണാൻ ഇമാം ഷാഫിൻ്റെ ആ കവിതയിലുള്ള നൈപുണ്യം എത്ര ഉണ്ട്. പക്ഷെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കവിതയെ നിരുത്സാഹപ്പെടുത്താൻ ചെയ്തിട്ട്. നിരുത്സാഹപ്പെടുത്തുന്ന ഒരാൾക്ക് കവിത എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ എഴുതേണ്ടതല്ല. പക്ഷെ 24 മണിക്കൂറും കവിത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല. 24 മണിക്കൂറും പാട്ട് പറഞ്ഞ് നടക്കാൻ പാടില്ല. കാരണം അതൊക്കെ എന്താ വെച്ചാൽ പിന്നെ ഇപ്പോഴത്തെ പാട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ മാപ്പിളപ്പാട്ട് എന്ന പേര് പറയാം. അതിലൊരു മാപ്പിള ഉണ്ടാവില്ല. നമ്മൾ സാധാരണ മാപ്പില്ലാ പാട്ടാണ്, മാപ്പിള പാട്ടല്ലേ. ആനി തോന്നിയാസപ്പാട്ടേ കാരണം. അതുകൊണ്ട് അതിങ്ങനെ നമ്മളെ കുട്ടികളും മക്കളും തീയ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പാടി നടക്കുക. ഖുർആൻ ഒതുമ്പൊന്നും അതിൽ യാതൊരു ലഭ്യത്തുണ്ടല്ലോ. മാപ്പിളപ്പാട്ട് കേട്ടാൽ ഭയങ്കര ഒരു ഇമാം കൂടുന്ന. അതേ സമയത്ത് നല്ല പാട്ടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സഹാബത്ത് പാട്ട് പാടിയിട്ടുണ്ട്. അതൊന്നും അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ പാട്ടിലും അമിതമായ വർണ്ണനകൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളിവിടുത്തെ മലയാള പാട്ടുകൾ അധികവും എഴുതിയ സൂഫികളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒളിവായ റസൂലുള്ളാഹ് എന്നൊക്കെ പറയും അല്ലേ. എന്തേ ഒളിവായ റസൂലുള്ളാഹ് പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിവാണത് സൂഫിയുടെ വിശ്വാസമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് നബി മനുഷ്യനല്ല, നബി മലക്കളെ പോലെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന സൂഫികളുണ്ട്.
അതിനുണ്ടായതാണ്. ഒളിയാണ് ഫാത്തിമ എന്നൊക്കെ പറയും. അപ്പൊ നബിന്റെ മോളാണ് ആര്? അപ്പൊ നബി പ്രകാശാണെങ്കിൽ നബിന്റെ മോൾ എന്തായി? പ്രകാശായി. ഇതൊക്കെ നമ്മളിങ്ങനെ അറിയാതെ പാടാണ്. നമ്മൾ മാപ്പിളപ്പാട്ട് പറഞ്ഞാണ്ട് പിന്നെ ഇവിടെ അധികവും രചിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് പിന്നെ ഈ പടപ്പാട്ടും മറ്റൊക്കെ എന്താ വെച്ചാൽ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം ഒരുപാട് പാട്ടുകളുണ്ട് മലയാളത്തില്. ഇപ്പൊ നമ്മള് പിന്നെ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പണ്ടക്കന്മാര് മുഴുവൻ തൊട്ടിലാട്ടുമ്പോ പാടിന്റെ പാട്ടാണ്. ഈ നൂറ് മുഹമ്മദ് റസൂലുള്ള നൂറാണ്, സംശയമൊന്നുമില്ല. പക്ഷെ റസൂലെ പടക്കപ്പെട്ടത് നൂറിൽ നിന്നാണെന്ന് ഖുർആൻ ഹദീസിലില്ല. ഈ ആദമിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ആദം ആരാണ്? മനുഷ്യൻ മണ്ണിൽ നിന്നല്ലേ. ആ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ആദമിന്റെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാതെ നബിനെ സൃഷ്ടിപ്പിൽ നൂറ്, അതേ സമയത്ത് റസൂൽ നൂറാന്ന് പറഞ്ഞാൽ നബിയാണ് ലോകത്തിന്റെ പ്രകാശം, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ നബി തന്നെ നൂറാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് നബിക്ക് നേരില്ലാതെ വിശ്വാസം വന്ന്. പ്രകാശത്തിന് നേരുണ്ടാവും, ഇതിന് നേരില്ല. ആ പ്രകാശം വേറെ ആൾ വസ്തു തട്ടുമ്പോഴേ നേരുണ്ടാകുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് നബിക്ക് നേരില്ലാതെ വിശ്വാസം എവിടുന്ന് വന്നാ? നബി നൂറാണല്ലോ. അത് നമ്മളിങ്ങനെ മലയാളത്തിൽ പാടാം. അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പാടുമ്പോഴും നമ്മളിനി കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴൊക്കെ, കാരണം പലപ്പോഴും എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ സംവിധാനങ്ങളിൽ വരുന്ന പാട്ടുകൾ പോലും നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അറിയില്ല, ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. പാട്ട് നല്ല ഈണം വണ്ണമൊക്കെ ഉണ്ടായാൽ ഒക്കെ നല്ലതാണെന്നുള്ളതാണ് നമ്മുടെ ആളുകൾക്ക് വിശ്വാസം. അതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ വിഷയം പറയണം. നമ്മൾ വെച്ചാൽ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പല ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. ഷായറാണ്, പക്ഷെ നബി ഒരിക്കലും ഷീർ പറഞ്ഞിട്ടില്ല. പക്ഷെ പറയേണ്ട സ്ഥലത്ത് ചില സന്ദർഭത്തിൽ നബി പറഞ്ഞിട്ടുണ്ട്. ഉഹുദ് യുദ്ധം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തൊക്കെ ചില ആളുകൾക്ക് പിന്തിരിഞ്ഞു പോയല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അതൊരു കവിതയാണ്. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. അത് റസൂലുള്ളാഹിന്റെ ആ ശുജാഅത്ത് പ്രകടിപ്പിക്കാൻ നബി പറയാണ്, ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മോനല്ല, നബിന്റെ അപ്പൻ്റെ പേരെന്താ? അബ്ദുള്ളല്ലേ. അബ്ദുള്ളന്റെ മോനാന്നല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാന്ന് പറയാൻ കാരണം അബ്ദുൽ മുത്തലിബ് അവിടുത്തെ പ്രമാണി എന്ന് പറഞ്ഞാൽ ഖുറൈശി പ്രമാണിയ. ആ പ്രമാണിന്റെ മോനാണ് ഞാൻ, ധൈര്യം ഉണ്ടെങ്കിൽ വികടാണ്. അവിടൊക്കെ എന്ത് ചെയ്യണം? അതാ ശുജാഅത്തിന് വേണ്ടി നബി പറഞ്ഞത്, കവിത പാടാൻ വേണ്ടി പാടിയല്ല. അവിടെ ആ ധൈര്യം സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഖന്തക്ക് കുഴിച്ചപ്പോൾ കവിത പാടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ലൗലാ മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സ്വല്ലീനാ എന്ന് പറഞ്ഞു. അള്ളാഹു നീ ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ പിന്നെ സദഖ കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ല. അതൊരു കവിത അവിടെ വന്നു പോണതാണ്. അതല്ലാതെ കവിത പറയാനായിട്ട് അതേ സമയത്ത് റസൂലുള്ളാഹിനെ കവിത കൊണ്ട് ആക്ഷേപിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നബി നിയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കൊടുക്ക് മറുപടി പറഞ്ഞു. കവിതക്ക് കവിത കൊണ്ട് മറുപടി, മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ ഹസ്സാൻ റളിയല്ലാഹു ചോദിക്കാണ്, പിന്നെ നബി ഞാൻ ഓരോ ആക്ഷേപിക്കണമെങ്കിൽ എനിക്ക് ഓരോ കബീലനെ ആക്ഷേപിക്കണം. പിന്നെ നബി ഹസ്സാനിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ അവർ എന്നെ ആക്ഷേപിക്കുമോ, നീ അവർക്ക് മറുപടി കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഞാനും ഇതിന്റെ കുടുംബക്കാരാണല്ലോ ഒക്കെ. അപ്പൊ നീ അവരുടെ കുടുംബത്തെ പറ്റി പറയേണ്ടി വരും. അപ്പൊ നീ എങ്ങനെയാണ് പറയാൻ? അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ നെയ്യിൽ നിന്ന് മുടി ഊരുന്നത് പോലെ നിങ്ങളോട് ഊരിയിട്ടാണ് ഞാൻ പറയുള്ളൂ. അത്രയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് മിമ്പറിന്റെ അടുത്ത് അള്ളാഹു ജിബ്രീലിനെ കൊണ്ട് നീ ഹസ്സാനെ ശക്തിപ്പെടുത്തണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ കവിതകൾ കൊണ്ട് കവിതയ്ക്ക് മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടാവും. അവിടൊക്കെ എന്താണ് ഇസ്ലാം? അതൊക്കെ എന്താ വെച്ചാൽ ഒരു കവിതയ്ക്ക് വേണ്ടി കവിത അല്ല, പിന്നെ അതൊക്കെ ധ്യാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ അവസ്ഥയിൽ എന്ത് ചെയ്യാം ആകുന്നില്ലാതെ അതിന് പരിധി വിടാൻ പടാതാണ്. റസൂലുള്ളാഹിനെ പറ്റി അവർ പറഞ്ഞ ആരോപണം എന്താ വെച്ചാൽ ഒന്ന് ഷായിറാണ് പിന്നെ എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞെന്താ വെച്ചാൽ പിന്നെ അവർ പറഞ്ഞത് ഫല്യഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലുൻ. നീ പറയുന്നുണ്ടല്ലോ നീ ഒരു നബിയാണ്,
എങ്കിൽ ഫല്യഅ്തിനാ ബിആയത്തിൻ, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരൂ. കമാ ഉർസിലൽ അവ്വലൂൻ, നിന്റെ മുമ്പുള്ള ആളുകളൊക്കെ അയക്കപ്പെട്ടതുപോലെ. അപ്പൊ അവർക്ക് ഖുർആൻ എന്ന് പറഞ്ഞ ദൃഷ്ടാന്തം പോരവർക്ക്. ഓൽക്കെന്താ വെച്ചാൽ പിന്നെ എന്താ പറയാ, ഒട്ടകം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമിനൊക്കെ കിട്ടിയ ദൃഷ്ടാന്തങ്ങളെ പോലെ ഒട്ടകമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്കായിട്ടോ അവര് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് നബി എന്ത് കാണിച്ചു കൊടുത്ത്? ചന്ദ്രനെ പിളർത്തിയാണ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ എന്താ പറഞ്ഞ വിശ്വസിച്ചോ? വിശ്വസിക്കും. വെറുതെ പറയുന്നല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഇനി ഒരാളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇസ്തിഗാസ മറ്റൊക്കെ തർക്കിച്ച് നമ്മൾ തെളിവ് കാണിച്ചു കൊടുത്തു. അപ്പൊ അവനെന്താ അറിയാ, ഇതല്ല അപ്പത്ത് വേറെ എന്താ അറിയാം. അപ്പൊ ഞാനും മറുപടി അറിഞ്ഞത് എന്താ അറിയാ, അവന് വേറെ എന്താ അറിയാം. പിന്നെ മറുപടി മനസ്സിലാക്കാനെന്നല്ലോ പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ തർക്കിച്ച് നിൽക്കാം. അതേപോലെ തന്നെയാണ് മുശ്രിക്കിന്റെ അവസ്ഥ. ഒരു തെളിവ് കാണിച്ചു കൊടുത്താൽ പറയും അത് ശരിയില്ല, അതിനപ്പുറത്ത് വേണമെന്ന് പറയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാ പറഞ്ഞത്? മക്കത്ത് ഇങ്ങനെ പുഴ ഒഴുകണം, അതിന് 2 ഭാഗത്ത് പിന്നെ തോട്ടങ്ങളുണ്ടാവണം, അതുപോലെ തന്നെ ആകാശത്തേക്ക് നീ ഇങ്ങനെ കയറിപ്പോണം, എന്നിട്ട് അവിടുന്ന് ഒരു കിതാബ് ഇട്ടിട്ട് ഇറങ്ങി വരണം. അതിനെന്താ മറുപടി എടുത്ത്? സുബ്ഹാന, പടച്ചവനാണ് പരിശുദ്ധൻ, അൽകുന്തു ഇല്ലാ ബശർ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, ഞാൻ റസൂല് മാത്രമാണ്, എനിക്ക് നിങ്ങൾ പറഞ്ഞ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയൂല. അപ്പൊ അത്ഭുതങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ചിലപ്പോൾ എന്താ വെച്ചാൽ അതൊരു ആവശ്യപ്പെടുന്നത് മാത്രമേ വിശ്വാസം. അതുകൊണ്ടാണ് ഫല്യഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് അടുത്ത ആയത്തിലൊക്കെ പറഞ്ഞു വെച്ചാൽ ഇങ്ങനൊന്നും ദൃഷ്ടാന്തം കണ്ടവരും വിശ്വസിക്കൂല, അതൊക്കെ വെറുതെ ചോദിക്കാണ്. അതാണ് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുകയും അവരെ നമ്മെ ഇതിനകത്ത് ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.